യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. എന്താണ് യഥാർത്ഥത്തിൽ ശാപം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? പല അർത്ഥത്തിലും ശാപം എന്ന വാക്ക് ഉപയോഗിക്കാം. പല വ്യക്തികളും കുടുംബങ്ങളും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ദൈവവചനം ശാപത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? എപ്രകാരമാണ് ശാപത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കുക? തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ്റെ സ്ഥാപക ഡയറക്ടറും ആഗോള സുവിശേഷ പ്രഘോഷകനും പരിശുദ്ധ പിതാവ് നിയോഗിച്ച കരുണയുടെ മിഷണറി കൂടിയായ ഫാദർ ജെയിംസ് മഞ്ഞാക്കലാണ്. അച്ഛനിലൂടെ വചനം നമുക്ക് ശ്രവിക്കാം. ശാന്തമായി കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും അത് ശാംശീകരിച്ച് ജീവിതത്തിൽ പകർത്തുവാനും നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുവാനും. കർത്താവേ, വചനം പ്രഘോഷിക്കുന്ന എന്നെയും വചനം കേൾക്കുന്ന ഇവരെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ബുദ്ധി, വിജ്ഞാനം, അറിവ് ഞങ്ങൾക്ക് തരണമേ. വചനം അറിയുവാനും വചനം അറിഞ്ഞ് സ്നേഹിച്ച് വചനമനുസരിച്ച് ജീവിക്കുവാനും ധൈര്യം തരണമേ പരിശുദ്ധാത്മാവേ. അമ്മേ, നല്ല അമ്മേ, വചനം സ്വീകരിച്ച് വചനം മാംസമാക്കി ഞങ്ങൾക്ക് നൽകിയ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിലും വചനം മാംസമായി ഭവിക്കുവാൻ അമ്മേ, നല്ല അമ്മേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3:13 നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ശാപം എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ശാപം എന്ന് കേൾക്കുമ്പോൾ അമ്മായിമ്മ പിരാഗി, നാത്തൂൻ ശപിച്ചു, അല്ലെങ്കിൽ അവർ ശപിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഒരു പദം നമ്മളിപ്പോൾ കേട്ടു: നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. എങ്ങനെ? ആ കുരിശിൽ ഈശോ ശാപമേറ്റെടുത്ത് ശാപമായിക്കൊണ്ട്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാൻ അതിനെപ്പറ്റി പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നിയമം കൊടുത്തുകൊണ്ട് ഇസ്രായേൽക്കാരോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ നിയമം പാലിച്ചാൽ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷകനും സ്വന്തവുമായിരിക്കും, നിങ്ങളെ സംരക്ഷിക്കുമെന്നല്ല. ഇതുതന്നെയാണ് ഈശോയും പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14:15 നിങ്ങൾ എൻ്റെ വചനം പാലിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കുക. അപ്പോൾ വചനം പാലിച്ച് ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ വർഷിക്കും, അനുഗ്രഹം വർഷിക്കും. നിയമാവർത്തനം പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നിയമാവർത്തനം പുസ്തകം 11-ാം അധ്യായത്തിൽ 10 കൽപ്പനകൾ കൊടുത്ത ശേഷം ഈശോ ദൈവം പറയുന്ന ഒരു വചനം, 28 വചനം: നിങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച്
നിങ്ങൾ അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് ശാപം. വലിയ പ്രധാനപ്പെട്ട കൽപ്പനയാണ് 1-ാം പ്രമാണം. അന്യദൈവന്മാരുടെ കൂടെ പോകരുത്, അന്യദൈവങ്ങളെ ആരാധിക്കരുത്. പലപ്പോഴും നമ്മുടെ കേരള ക്രിസ്ത്യാനികൾ അത് ഓർക്കില്ല. പാപം എന്ന് പറയുമ്പോൾ ഇച്ചിരി അശുദ്ധ വിചാരം ഉണ്ടായി, ഇച്ചിരി വ്യഭിചാരം ചെയ്തൊക്കെയാണ് വലിയ പാപമായിട്ട് കരുതുന്നത്. എന്നാൽ ഏറ്റവും വലിയ പാപം സത്യദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നത് 1-ാം പ്രമാണം ലംഘിക്കുന്നതാണ്. എന്നാൽ അതിന് പിൻപിൽ കാണാൻ സാധിക്കും 26-ാം വചനം, ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. ഞാൻ ഗ്രഹപാഠമായിട്ട് തരിക നിങ്ങൾക്ക് വായിക്കാൻ. നിയമാവർത്തനം പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ കാണാൻ സാധിക്കും. കർത്താവ് പറയാണ്, വചനം പാലിച്ച് ജീവിച്ചാൽ, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ അനുഗ്രഹം, വയലിൽ അനുഗ്രഹം, നാട്ടിൽ അനുഗ്രഹം, ഉദരത്തിൽ അനുഗ്രഹം, അങ്ങനെ അനുഗ്രഹങ്ങളുടെ വലിയൊരു നീണ്ട പട്ടിക. അത് കഴിഞ്ഞ് 64-ാം വചനം വരെ 15 മുതൽ വലിയ 2.5 പേജുണ്ട്, വായിക്കണം. ശാപങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വചനം അനുസരിക്കാതെ ജീവിച്ചാൽ വരുന്ന ശാപം, വീട്ടിൽ ശാപം, നാട്ടിൽ ശാപം, ശരീരത്തിൽ ശാപം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, വസന്ത, വിവിധ തരത്തിലുള്ള വീക്കങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങൾ വായിക്കേ. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഉത്തരം അവിടെ കണ്ടുമുട്ടാൻ സാധിക്കും. എന്തുകൊണ്ട് മാറി മാറി എൻ്റെ വീട്ടിലെ ആളുകൾ 50 വയസ്സ് 45 വയസ്സാകുമ്പോൾ മരിച്ചു പോകുന്നു? എൻ്റെ വീട്ടിൽ ഏറെ പേർക്ക് എന്തുകൊണ്ട് ഈ ക്യാൻസർ രോഗം വരുന്നു? ഏറെ പേർക്ക് പുണ്യരോഗം, ഇങ്ങനെ പലതിനെപ്പറ്റിയും നമ്മൾ ചിലപ്പോൾ പരാതിപ്പെടും. കർത്താവ് എന്തുകൊണ്ട് ഈ ഭാഗം വായിച്ചാൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. അത് ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പൂർവികന്മാർ ചെയ്ത പാപത്തിൻ്റെ, നിയമലംഘനത്തിൻ്റെ, പാപമെന്ന് പറഞ്ഞാൽ എന്താ? നിയമലംഘനം. 1-ാം അധ്യായം 1 യോഹന്നാൻ അധ്യായം 3 വചനം 4 നിയമലംഘനമാണ് പാപം. അപ്പോൾ പാപത്തിൻ്റെ പ്രതിഫലം അഥവാ പ്രതികരണം, പ്രത്യാഘാതം ആണ് ശാപം എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം അധ്യായം 2, റോമ 2:10, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞാൽ ആദ്യം ക്രിസ്ത്യാനിക്ക്. കാരണം ക്രിസ്ത്യാനി ഈശോ സ്നേഹിക്കുന്നത് കൂടുതൽ. ക്രിസ്ത്യാനി അവൻ്റെ സ്വന്തം, വിശുദ്ധൻ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഓർക്കണം, മറക്കരുത്. അപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും സ്നേഹം ആരോടാ? തൻ്റെ ആത്മാവിനെ സ്വീകരിച്ച ക്രൈസ്തവരോട്. കാരണം അവരാണ് ദൈവമക്കൾ, അവർക്ക് മാത്രമേ ആത്മാവിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ തെറ്റ് ചെയ്ത ആ തെറ്റാണ് വലിയ തെറ്റ്. അതുകൊണ്ടാണ് ശിക്ഷ ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ക്ലേശവും ദുരിതവും ഉണ്ടാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. അപ്പോൾ തിന്മ ചെയ്യുന്ന ആർക്കും, ദുഷ്ടന് ആ തിന്മയുടെ പ്രത്യാഘാതം ഉണ്ടാകും. അതാണ് ശാപം. നമുക്കറിയാം, നമ്മൾ പാപം ചെയ്യുന്നു, പാപം ചെയ്ത് കഴിയുമ്പോൾ മനസ്തപിക്കുന്നു, കുമ്പസാരിക്കുന്നു, കുമ്പസാരത്തിലൂടെ ഈശോ പാപം ക്ഷമിക്കുന്നു. ഈ പാപക്ഷമ തന്നു കഴിഞ്ഞാൽ അച്ഛൻ ഒരു ചെറിയ പ്രായശ്ചിത്തം തരും, ഇല്ലേ? പണ്ടൊക്കെ വലിയ പ്രായശ്ചിത്തമായിരുന്നു. പറമ്പ് വിറ്റ് പാവം കൊടുക്കുക, പള്ളി പണിയിപ്പിക്കുക, വലിയ തീർത്ഥാടനം നടത്തുക, ഇങ്ങനെ വലിയ കുരിശും പിടിച്ചുകൊണ്ട് കുർബാന കാണുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുനാൾ ഞാൻ കണ്ടിട്ടുണ്ട്. മകറോൻ ശിക്ഷയിലാകുന്നവർക്ക് കുരിശ് പിടിച്ചുകൊണ്ട് കുർബാന 7 ദിവസം 7 ഞായറാഴ്ച പള്ളിയുടെ മധ്യത്തിൽ നിൽക്കുകയൊക്കെ, കല്ല് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ടൊക്കെ, ഇങ്ങനെയുള്ള വലിയ പ്രായശ്ചിത്തം. ഈ സഭ അതൊക്കെ ഒന്ന് അയച്ചു. ഇപ്പോൾ പ്രായശ്ചിത്തം സാധാരണ അച്ഛന്മാർ പറയുന്നത് ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ പറഞ്ഞുതരും, ഒരു സ്ത്രീത്വസ്തുതി. പേടിയാണ്, വലുത് കൊടുത്താൽ ചെയ്യുമെന്ന്. ഒരു കൊന്തയെല്ലാം പറയാൻ അച്ഛനും പറയാൻ മടിയാണ്, കാരണം ഇവൻ ചെയ്തില്ലെങ്കിലൊന്നൊരു പേടി. പ്രിയമുള്ളവരെ, കാര്യം നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നില്ല എങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്താണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്? നമുക്ക് ഈശോയുടെ കുരിശിൽ നോക്കേ. ഈശോ പ്രായശ്ചിത്തം ചെയ്താണ് നിങ്ങൾക്കും എനിക്കും രക്ഷ നൽകിയത്. നിങ്ങൾക്കറിയാമോ, ആ കുരിശിൽ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അനുസരിച്ച് 6 മണിക്കൂറാണ് തൂങ്ങിക്കിടന്നത്. നമ്മളൊരു കൊന്ത ചെല്ലാനായിട്ട്, രഹസ്യം ചെല്ലാനായിട്ട് കൈയൊന്ന് നീട്ടുമ്പോൾ എന്ത് വേദന ഇപ്പോൾ ഇവിടെ പെടലിക്കും ഈ തോളിനൊക്കെ ഇല്ലേ? എങ്കിൽ ഓർക്കണം, ശരീരത്തെ രക്തം ഒരു 70% വാർന്നു പോയി. തല മുതൽ പാദം വരെ മുറിവ്, എന്നിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ 2 കാര്യങ്ങൾ വിളിച്ച് കാറിക്കൂവി. എന്താണെന്ന്? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ.
മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പാപമാണത്. ക്ഷമിക്കാൻ പറ്റാറുക, ക്ഷമിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റാറുക. നമ്മൾ ഓർക്കരുത്, ഈശോ എന്ന ആ മനുഷ്യപുത്രൻ ഏക ആ വ്യക്തി, ആ പേഴ്സൺ മാത്രമാണ് ക്ഷമിക്കാട്ടി അയച്ചെന്നല്ല. നമ്മുടെ ക്ഷമിക്കാനുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു ഈശോ. നമ്മുടെ പാപങ്ങളാണ് ഏറ്റെടുത്തത്. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ അധ്യായം 5:21, നമ്മെ വിശുദ്ധരാക്കാൻ വേണ്ടി അവൻ പാപമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഭയങ്കര വചനമല്ല മനസ്സിലാക്കാൻ. പാപമില്ലാത്തവൻ പാപമായി മാറി എന്ന് പറഞ്ഞാൽ പാപം ചെയ്തെന്നല്ല. ഈശോ ഒരിക്കലും പാപം ചെയ്തില്ല. നിഷ്കളങ്കന, അത് പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദിവ്യ കുഞ്ഞാട. എന്നാൽ പാപമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെളിക്കുണ്ടിൽ ഒരു കൊച്ചു വീണ ചെളിക്കുണ്ടെന്ന് വിളിക്കും നമ്മളല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാപ ചെളിക്കുണ്ടിൽ വീണ ഈശോ, അതെ, പിതാവ് നോക്കിയപ്പോൾ ചെളിക്കുണ്ടൻ എന്ന് പറഞ്ഞാൽ പാപം. അതുകൊണ്ടാണ് പലതവണ ഈശോ പറഞ്ഞു, പിതാവേ എന്നെ കൈവിട്ടോ, എന്നെ കൈവിട്ടോന്ന്. എന്നാൽ മോനെ പോരെ എന്ന് പറഞ്ഞില്ല. ഈശോ കണ്ടു നിർദ്ദയമായുള്ള ഈ സഹനം, അത് ഈ ചോര ഒടിക്കുന്നത്, കുന്തം കൊണ്ട് കുത്തുന്നത്, ഇതെല്ലാം പിതാവ് കാണുന്നുണ്ട്. കണിശമായിട്ടും പിതാവ് ഏക മകനെ സ്നേഹിക്കാതിരിക്കുമോ? ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ മോനെ പോരെ. വേദന സഹിക്കുന്ന ഒരു മകനെ കാണുമ്പോൾ ഏത് പിതാവും അത് പിടിച്ച് ആ വേദനയും രക്ഷിക്കാൻ നോക്കും. പക്ഷേ പിതാവിനറിയാമായിരുന്നു ഏക മകൻ സഹിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈ പാപികളെ രക്ഷിക്കുവാനായിട്ട്. ഈ പാപികളെല്ലാം ആ പിതാവ് ഇവൻ്റെ ശരീരത്തിൽ കാണുകയാണ്. അപ്പോൾ ഈശോ തൻ്റെ ശരീരത്തിൽ നിങ്ങളുടെയും എൻ്റെയും ഇന്ന് വരെ ജീവിച്ചിരുന്നവരുടെയും ഇനി ജീവിക്കാനുള്ളവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആ കുരിശിൽ കിടക്കുന്നത്. അങ്ങനെയാണ് പാപമായി തീർന്നു എന്ന് വിശുദ്ധ അപ്പസ്തോലൻ പറയുന്നത്. അപ്പോൾ പാപം പിതാവിന് സ്വീകരിക്കാൻ പറ്റില്ല. പിതാവാരാ? എപ്പോഴും മാലാഖമാരിങ്ങനെ ഓശാന ഓശാന ഹല്ലേലൂയ ഹോളി ഹോളി പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി പരിശുദ്ധിയിൽ വസിക്കുന്നവനാണ്. അപ്പോൾ ചെളിക്കൊണ്ട് കിടക്കുന്നവനെ ആ പാപത്തോടുകൂടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈശോ പിതാവ് നോക്കുകയാണ് ഈശോയിൽ ഈ പാപം എങ്ങനെ മാറുന്നെന്ന്. ഈ സഹനത്തിലൂടെയാണ് പാപത്തിന് പരിഹാരമുണ്ടാകുന്നത്. 6 മണിക്കൂർ ഇങ്ങനെ സഹിച്ച് ആ കുരിശിൽ കിടന്നപ്പോൾ പാപത്തിന് പരിഹാരമായി. അപ്പോൾ പിതാവ് പുത്രനെ നോക്കി. ആ പുത്രനിൽ നിങ്ങളെയും എന്നെയും അവൻ കണ്ടു. ഇന്ന് വരെ ജീവിച്ചിരുന്നവരെ കണ്ടു. അതെ, ഇനി ജീവിക്കാനുള്ളവരെയും കണ്ടു. അതാ മനുഷ്യരാശി മുഴുവൻ വിശുദ്ധീകരിക്കപ്പെട്ടു ഈശോയുടെ ശരീരത്തിൽ. അപ്പോൾ ഈശോ പറഞ്ഞു, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന്. ഇതാണ് കുരിശിലെ രക്ഷാകര സത്യം മക്കളെ. ഇനിയും ഓർക്കണം, അപ്പോൾ ഈശോ സഹിച്ചാണ് നിങ്ങൾക്കും എനിക്കും രക്ഷ നൽകിയത്. അപ്പോൾ ഈ സഹനത്തോട് പങ്കുചേരുകയാണ് നമ്മുടെ സഹനങ്ങളിലൂടെ. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-24 പറയുന്നത്, അതെ, ഇവരെ പ്രതി ഞാൻ സഹിക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിലെ സഹനങ്ങളുടെ കുറവ് ഞാൻ നികത്തുന്നുവെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈശോയുടെ സഹനം പോരായിരുന്നുവെന്നല്ല. പിന്നെയോ ആ സഹനത്തോട് ചേർന്ന് ഞാനും ആ സഹനത്തിൻ്റെ കൃപ പറ്റുന്നുവെന്ന്. ചില അച്ഛന്മാരും ചില മെത്രാന്മാരും ചില ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്, ചിലപ്പം ശാപമെല്ലാം കുരിശി തീർന്നു, ഇപ്പം ശാപമില്ല. ഞാൻ അവരോട് പറയും, പാപമെല്ലാം കുരിശി തീർന്നു, ഇപ്പം പാപമില്ല, ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ. കുരിശിൽ എല്ലാ രോഗങ്ങളും ഏറ്റെടുത്തു. അത് പത്രോസിലെ നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞു. 1 പത്രോസ് 2:24 നമ്മുടെ രോഗങ്ങളും ശാപങ്ങളും എല്ലാം ഏറ്റെടുത്തു, പാപങ്ങളും ഏറ്റെടുത്തു. അവൻ്റെ മുറിവിനാ സുഖമുള്ളവരാക്കപ്പെട്ടുവെന്ന് എല്ലാം തീർന്നു ഇല്ലേ? പക്ഷേ രോഗികളില്ലേ നിങ്ങളുടെ ഇടയിൽ? പാപികളില്ലേ? നമ്മളെന്ത് ചെയ്യും? പാപങ്ങളെ പ്രതി പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ആ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് നേടിയ ക്ഷമ സ്വീകരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് രോഗമുണ്ട്, എന്ത് ചെയ്യും? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി നേടിയ ആ സൗഖ്യം വിശ്വാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നു, വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കുരിശിൽ ശാപമായി മാറിയ ആ ഈശോയിൽ ശാപം മുഴുവനായി നീക്കപ്പെട്ടു. അതും നമുക്ക് നീക്കപ്പെടാൻ സാധിക്കും. എങ്ങനെ? അവൻ്റെ സഹനത്തിൽ പങ്കാളിയായിക്കൊണ്ട്. ഒരു അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ പെറുപെറുക്കാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ ദൈവത്തെ ശപിക്കാതെ മറ്റുള്ളവരെയും പഴിക്കാതെ സഹിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അനുദിന കുരിശുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നിശ്ചയമായിട്ടും യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുക. പിന്നെ വേറെ സഹനമുണ്ട്.
അത് ഏറ്റെടുക്കുക. മറ്റതൊക്കെ വരുന്നതാണ്. ഏറ്റെടുക്കുന്ന സഹനങ്ങൾ. ഉദാഹരണമായിട്ട് ഈശോയെ പ്രതി സഹനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് എത്രയോ പേർ ആ വചന പ്രഘോഷണത്തെപ്പറ്റി, വചനം പ്രഘോഷിക്കുന്നത് കൊണ്ട് തന്നെ സഹിക്കുന്നതും മരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കില്ല. ചില അച്ഛന്മാരെ അൾത്താരെ വെച്ച് തന്നെ വെട്ടിക്കൊന്നത്, അതുപോലെ തന്നെ വചനം പ്രഘോഷിക്കുന്ന പലരെയും കൊല്ലുന്നത്, അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ നാമത്തെ നിൽക്കുന്നവരെ പീഡിപ്പിക്കുന്നത്, അവരൊക്കെ ഈശോ ഒന്ന് നിരാകരിച്ച് പറഞ്ഞാൽ മതി. പണ്ട് ആ നെബൂഖദ്നേസർ വലിയ 70 അടി പൊക്കമുള്ള ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ആരാധിക്കാൻ പറഞ്ഞില്ലേ? എന്നിട്ട് അവർ പറഞ്ഞു പന്നി മാംസം കഴിക്കുവാൻ 3 പിള്ളേരെ യുവാക്കൾ ചെയ്തില്ല. അല്പം പന്നിയുടെ ഒരറ്റം തിന്നാൽ മതിയായിരുന്നു, അവരെ കൊല്ലില്ലായിരുന്നു, അവരെ വറചട്ടിയിലേക്ക് എറിയുക, തീയിലേക്ക് എറിയില്ലായിരുന്നു. ഇന്നും അതാണ്, നമ്മൾ അല്പം നിയമലംഘനം ലംഘിക്കാൻ നോക്കുകയാണ്. പ്രിയമുള്ളവരെ, നിയമം പാലിക്കുന്ന അല്പം പോലും നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. യേശുവിൻ്റെ കൽപ്പനകൾ, തിരിച്ചുവിട കൽപ്പനകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അതേപടി പാലിക്കുമ്പോഴാണ് നമ്മൾ ദൈവസ്നേഹത്തെ വളരുന്നത്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ മലയാളികളിലെ നമ്മുടെ ഈ റോഡൊക്കെ പോലെ പാലാരും കോട്ടയത്തേക്കുള്ള പോലെ വളഞ്ഞ വഴികളിൽ കൂടി പോകാൻ നോക്കും, കരുതും ഈ നിയമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അത് പറ്റില്ല. വളഞ്ഞ വഴിയില്ലാതെ പോകണം. നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് പോകണമെങ്കിൽ കുരിശുകൾ എടുക്കണം. ഇത് പലർക്കും ഇഷ്ടമില്ല. നമ്മളതിനോട് വക്രത നിറഞ്ഞ ഇൻ്റർപ്രട്ടേഷൻ, തർജ്ജിമയാണ്, വ്യാഖ്യാനമാണ് വചനത്തിന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ തന്നിഷ്ടം പോലെ ജീവിക്കുക. അപ്പോൾ പല വിധത്തിലുള്ള ശാപങ്ങൾ നമ്മുടെ മേൽ വന്നു ഭവിക്കും. പ്രിയമുള്ള, ശാപമുണ്ട് എന്നെനിക്കറിയാം. കാരണം ഞാൻ മഞ്ഞാക്കൽ കുടുംബത്തിൽ നിന്ന് വരുന്നു. കിഴക്കേത്താര കുടുംബം എന്നാണ് എൻ്റെ ഒറിജിനൽ പേര്. 7 തലമുറയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാരില്ലായിരുന്നു. ആരാണ്ടൊക്കെ പോയവരൊക്കെ തിരിച്ചു വന്നു, മടത്തി പോയവരും തിരിച്ചു വന്നു. ഞാൻ അച്ഛനാൻ പോകാനായിട്ട് ചെന്ന് എൻ്റെ കാരണന്മാരുടെയൊക്കെ അനുമതിക്ക് ചെന്നപ്പോൾ പറഞ്ഞത്, ജെയിംസെ പോയതുപോലെ വന്നേക്കും, ഒരു ശാപമുണ്ട്. അന്ന് ഈ ശാപം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രിയമുള്ളവരെ, സെമിനാരി വെച്ചും നോവിഷ്യേറ്റ് വെച്ചൊക്കെ ചില പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശാപം എന്തിനും മനസ്സ് വന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, അച്ഛനായി. ആ കൊല്ലത്തെ കുടുംബ യോഗത്തിൽ, ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും കുടുംബയോഗമുണ്ട്. ഞാൻ എൻ്റെ കാരണന്മാരോടും കുടുംബയോഗത്തിൽപ്പെട്ട 400-ലധികം ആളുകളോട് പറഞ്ഞു, ഞാൻ അച്ഛനാൻ പോയപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു കുടുംബത്തിൽ ശാപമുണ്ടെന്ന്. എങ്കിൽ ആ കുടുംബശാപം മാറ്റണ്ടേ? എല്ലാവരും പറഞ്ഞു മാറ്റണം. എങ്ങനെ അച്ഛാ, എങ്ങനെ ജെയിംസ് അച്ഛാ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും പ്രായമുള്ള കാരണവരോട് ചോദിച്ചു, ഏതെങ്കിലും ഓർമ്മയുണ്ടോ അച്ഛന്മാരോ ദ്രോഹിച്ചതോ കുറ്റം ചെയ്തതോ? അപ്പോൾ ഒരു കുറ്റം പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ വന്ന ഒരു കൊച്ചച്ഛൻ, വിശുദ്ധനായി ജീവിച്ച നല്ലവനെപ്പറ്റി ഞങ്ങളുടെ ഒരു 7-8 തലമുറയ്ക്ക് മുമ്പുള്ള ഒരു പൊളിറ്റീഷ്യൻ, പണമുള്ളവൻ, ഒരു തിന്മ ചെയ്തു. എന്നിട്ട് എന്താണ്, അച്ഛനെപ്പറ്റി ഒരു അവിക്കാറ് പറഞ്ഞു. അച്ഛന് പെണ്ണുമായിട്ടാണ് ജീവിക്കുന്നത്. ബിഷപ്പിനോട് പറഞ്ഞു. അത് ബിഷപ്പ് വിശ്വസിച്ച് അച്ഛനെ സ്ഥലം മാറ്റി. അച്ഛൻ വേദനയോടെ ബിഷപ്പ് ഹൗസിൽ കണ്ടു, ഒരു അപ്പോയിൻമെൻറ്റ് പോലും കിട്ടാതെ അവസാനം നീറി ക്ഷയം വന്നു മരിച്ചു. അദ്ദേഹത്തെ ശവസംസ്കാരത്തിന് അച്ഛന്മാർ പോലും പോയില്ല. പറഞ്ഞിട്ട് ഒരു പാപിയെ ശിക്ഷിച്ച് ബിഷപ്പ് ഹൗസ് അരമനയിലിട്ടിരിക്കുകയല്ലേ. ഏതാനും ശരി, അത് പറഞ്ഞപ്പോൾ എന്നിട്ട് പറയാണ്, ആ അച്ഛൻ വിശുദ്ധനായിരുന്നു, അദ്ദേഹം ശപിച്ചില്ല ഒരിക്കലും. പിന്നെയോ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ കണ്ണുനീര്, വേദന നമ്മുടെ കുടുംബത്തിൽ ശാപമായി. അതുകൊണ്ടാണ് അച്ഛനാകാൻ പോയവരും അതുപോലെ മടത്തിപ്പോയവരും തിരിച്ചു വന്നത്. എല്ലാവർക്കും വ്യക്തമായി ശാപം എങ്ങനെ വന്നു എന്നുള്ളത്. തലമുറയായിട്ട് അതുകൊണ്ട് അച്ഛന്മാരില്ലായിരുന്നു തന്നെ. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ആ തലമുറയുടെ ശാപം മുറിച്ച് ആദ്യം എൻ്റെ കുടുംബത്തെ അച്ഛനായത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ മറുപടി? ഇപ്പോൾ ശാപം എല്ലാം പോയി, അച്ഛനായില്ലേ? ശരിയാ, ഒരു കുടുംബത്തെ അച്ഛനുള്ളത് നല്ലതാണ്. മക്കളെ, നിങ്ങളുടെ മക്കളുടെ ഒരാൾ അച്ഛനാൻ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം ഒരച്ഛൻ കാസായും പീലസാക്കി ഉയർത്തുമ്പോൾ ദൈവകൃപ അവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. അവർ ഓർത്തെന്ന് തരിക നിങ്ങളെ, എന്നാലും കിട്ടും. കാരണം നിങ്ങളുടെ ഉദരത്തിൽ പിറന്ന ആ മകനാണ് അച്ഛനായിരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹിക്കൂ, അതിനായിട്ട് പ്രാർത്ഥിക്കൂ. അപ്പോൾ ഞാൻ കാരണവരോട് പറഞ്ഞു, ഞാൻ അച്ഛനായാലും ഞാൻ പഠിച്ചും ഞാൻ വേദന സഹിച്ചു, നിങ്ങളാരും ബുദ്ധിമുട്ടില്ലല്ല. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേരണം. ഞാൻ അവരോട് പറഞ്ഞു, അനുദിനം ദൈവബലി സംബന്ധിക്കുക, ആഴ്ചയിലൊരിക്കൽ ഉപവസിക്കുക, പിന്നെ സ്വത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് സെമിനാരിക്കാരെ സഹായിക്കുക, അനാഥരെ സഹായിക്കുക, ഇങ്ങനെ ഒത്തിരി സുഹൃത പ്രവർത്തികൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതെല്ലാം ഞാൻ കടലാസിൽ കുറിച്ചെടുത്തു. അവസാനം അവരെ മുട്ട നിർത്തി പ്രാർത്ഥിച്ചു, കരുണ യാചിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ. അതിനുശേഷം ഞാൻ ശാപം ബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ള, ഇത് നടന്നത് 73 ഞാൻ അച്ഛനായ വർഷമാണ്. 43 വർഷമായി. ഇന്ന് ഞങ്ങളുടെ കുടുംബത്ത് 38 വൈദികരും 50ഓളം കന്യാസികളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള, ഇതെനിക്കൊരു പാഠമാണ്. എൻ്റെ നെവ്യൂസ് തന്നെയുണ്ട് അച്ഛന്മാർ. ഇതൊന്നും പണ്ടില്ലായിരുന്നു. ഞങ്ങൾക്കൊരു ശാപം കിട്ടിയ കുടുംബം പോലെയായിരുന്നു.
പ്രിയമുള്ള ഒരു പക്ഷേ ഇന്ന് പല അങ്ങനത്തുള്ള ശാപങ്ങൾ പഴയത് കിടപ്പുണ്ടായിരിക്കും. എൻ്റെ ഈ നമുക്കറിയാമല്ലോ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ സാറ് പഠിപ്പിക്കുന്ന അല്ലേ. അതുകൊണ്ട് അതെ, ഞാനിത് വെച്ച് യൂറോപ്പിലും ഇന്ത്യയിലും പല കുടുംബങ്ങളെ സഹായിച്ചു. അത് കുടുംബശാപങ്ങളിൽ നിന്ന് വരുവാനായി. അത് നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ അത് നമ്മുടെ പാപങ്ങളുടെ ഫലമായോ നമ്മുടെ പൂർവികരുടെ ഫലമായിട്ടോ ഏതെങ്കിലും ശാപങ്ങളോട് നീങ്ങിക്കിട്ടുവാനും ശാപത്തിന് പകരമായിട്ട് കർത്താവിൽ നിന്ന് അനുഗ്രഹം കിട്ടാനും പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചത്തോട് വച്ച് ഈശോ ഉറ്റുനോക്കാം. നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു. പരിശുദ്ധ പരമദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, അങ്ങ് ഈ ദിവികാരണത്തിൽ ജീവിക്കുന്നതിനായി എഴുന്നള്ളി ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ഈശോയെ, എൻ്റെ പൗരോഹിത്യത്തിൽ ആ പൗരോഹിത്യത്തിൻ കൃപയിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രണ്ടു തരത്തിലുള്ള ശാപങ്ങളിൽ നിന്ന് ഇവിടെ മോചിപ്പിക്കണമേ. ഏതെങ്കിലും വ്യക്തികൾ ഇവരെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, അയൽക്കാരായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഏതെങ്കിലും മന്ത്രമോ കൂടോത്രമോ ഇവരുടെ മേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം കൊടുക്കണമേ. ഏതെങ്കിലും തിന്മ നനച്ചുകൊണ്ട് ഇവരെ പ്രാഗിയിട്ടുണ്ടെങ്കിൽ ആ പ്രാക്കിൽ നിന്ന് മോചനം കൊടുക്കണമേ. അപ്പോൾ അവരോട് ക്ഷമിക്കാൻ കൃപ കൊടുക്കുക കർത്താവേ. അങ്ങ് പറഞ്ഞല്ലോ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. കർത്താവെ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ കൃപ ഇവർക്ക് കൊടുക്കണമേ. ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ടും ആ ശാപത്തിൽ നിന്ന് മോചനം കൊടുക്കണമേ. എന്നാൽ കർത്താവ്, ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത് പാപത്തിൽ നിന്നുണ്ടായിട്ടുള്ള ശാപത്തിൽ നിന്ന് മോചനമാണ് കർത്താവെ. അത് നിയമലംഘനത്തിലൂടെ ഉണ്ടായ ശാപങ്ങളിൽ നിന്ന് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പഴയ ജീവിതകാലത്തിൽ ഒരുപക്ഷെ കുമ്പസാരിക്കാൻ വിട്ടുപോയതോ മറച്ചുവെച്ചതായ പാപത്തിൻ്റെ ഏതെങ്കിലും ശാപങ്ങൾ ഇപ്പോൾ ഇവരുടെ മേലോ ഇവരുടെ കുടുംബങ്ങളിലോ മക്കളുടെ മേലോ കൊച്ചുമക്കളുടെ മേലുണ്ടെങ്കിൽ അവ ദൂരെ മാറിപ്പോകട്ടെ. കർത്താവ്, ഈ മക്കളെ നോക്കുക, തീരുമാനമെടുത്തു എൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ഉപവസിക്കുവാനായിട്ട്, പാവങ്ങളെ സഹായിക്കാനായിട്ട്, ദൈവബലിയിൽ അനുദിനം പോയി സംബന്ധിക്കുവാൻ, ആരാധനകൾ നടത്തുവാനായി, അതുപോലെ തന്നെ കർത്താവെ കുർബാന ചൊല്ലിക്കാൻ, മരിച്ചുപോയവർക്ക് വേണ്ടി, ഇതെല്ലാം ഇവർ തീരുമാനിച്ച തീരുമാനങ്ങൾ കാണണമേ. ഇവർ നല്ല മക്കളാണ് കർത്താവെ. അവർ ആ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, അത് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവെ, എല്ലാ ശാപങ്ങളും ദൂരെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പാപങ്ങൾ മുഖാന്തരം ഇവരുടെ മേലുണ്ടായ ശാപങ്ങൾ, ഇവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ പൂർവികന്മാർ ചെയ്ത പാപങ്ങളുടെ ഏതെങ്കിലും ദുരന്ത അനുഭവങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ചെറുപ്പക്കാരെ വിവാഹം കഴിക്കാതിരിക്കുന്നു, ഏറെ ആലോചനകൾ വന്നിട്ടും നീങ്ങി പോകുന്നു, കല്യാണം കഴിച്ചിട്ടും മക്കളില്ല, ഒരുപക്ഷെ ഏതോ ശാപം അനുഭവിച്ചതായിരിക്കാം. ഒരു പക്ഷെങ്കിൽ കർത്താവ് മാറി മാറി രോഗം, പണം മുഴുവൻ രോഗം ചികിത്സയ്ക്കായിട്ട് പോകുന്നു. അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾ കുടുംബത്തിൽ മരിച്ചു പോകുന്നു. കർത്താവെ, അങ്ങനെയുള്ള ചില തിന്മകൾ ഇവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം ഞാനവയെ ബന്ധിക്കുന്നു. അവരിൽ നിന്ന് മോചനം കൊടുക്കണമേ. അവരുടെ പ്രായശ്ചിത്തത്തിൻ്റെ മനോഭാവം കണ്ടുകൊണ്ട് കർത്താവെ, ശാപങ്ങളെ അനുഗ്രഹമാക്കിയ വന്ന അങ്ങ് ഇപ്പോൾ അവരുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണല്ലോ പാപവിമോചകൻ, അങ്ങാണല്ലോ ശാപങ്ങൾ ഏറ്റെടുത്തവൻ. ആ കാൽവരി മാറി അങ്ങ് ഇവരുടെ ശാപങ്ങൾ പണ്ടേ ഏറ്റെടുത്തതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ്. കർത്താവ്, ഇവരോരോരുത്തരെയും അങ്ങേ സന്നിധാനത്തിൽ ഞാൻ തരുന്നു, അങ്ങേ ഹൃദയത്തിലേക്ക് തരുന്നു. ആ ഹൃദയത്തിൽ നിന്ന് തിരിച്ചോരയാൽ, ആ ജീവജലത്താൽ ഇപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യണമേ, അടയാളം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ആ ശാപത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം കുടുംബത്തിലെ ഓരോ തലമുറയിലും മദ്യപാനികളുണ്ട്. അങ്ങനെ ആ മദ്യപാനത്തിലകപ്പെട്ട് പുകവലിയിൽ, ചൂടുകളിൽ, അല്ലെങ്കിൽ ആ മയക്കുമരുന്നതിൻ്റെ ഫലമായിട്ട് തീരാവ്യാധികൾ വരുന്നു. ഒരുപക്ഷെ ക്യാൻസർ രോഗമായിരിക്കാം, തളർവാദ രോഗമായിരിക്കാം. അങ്ങനെ മാറിയുള്ള രോഗം വന്ന് കർത്താവെ ഓരോരുത്തരും കുടുംബത്തിൽ മരിക്കുന്നു. ഒരുപക്ഷെ ഈശോയെ ഗർഭം ധരിച്ച കുട്ടികൾ ഗർഭപാത്രത്തിൽ നിലനിൽക്കുന്നില്ല.
ഏറെ മിസ്കാരേജ് ഉണ്ടായിട്ടുള്ള അത് ചിലരെ കാണുന്നു കർത്താവേ ശാപത്തിൻ്റെ ഫലമായിട്ട് അവരുടെ പാപമായിരിക്കാം, ഒരു പക്ഷേ അബോർഷൻ്റെ പാപത്തിൻ്റെ ശാപമായിരിക്കാം. ഈശോയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. 1000 കുട്ടികൾ എല്ലാ ദിവസവും കൊല ചെയ്യപ്പെടുന്നല്ലോ അമ്മമാരുടെ ഉദരത്തിൽ. കർത്താവേ, എല്ലാ അബോർഷനും ഭ്രൂണഹത്യയ്ക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എത്രയോ നിഷ്കളങ്കർ കൊല്ലപ്പെടുന്നു കർത്താവേ, ആ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. എത്രയോ വിവാഹങ്ങൾ വേർപെടുത്തപ്പെടുന്നു, അത് ഡിവോഴ്സ് ഉണ്ടാകുന്നു. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. അതിൻ്റെയൊക്കെ തിന്മകൾ ഒരുപക്ഷെ ഞങ്ങൾ കൂടി അനുഭവിക്കുകയാണ്. ഇവിടെ ഈ അങ്ങയുടെ സാന്നിധ്യത്തിലുള്ളവർ അനുഭവിക്കുന്നു. അവർക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാപങ്ങളും ദൂരെ മാറിപ്പോകട്ടെ കർത്താവേ. ഈ നിമിഷം കരങ്ങൾ നീട്ടി ഇവിടെ ശിരസിൽ വയ്ക്കണമേ, അനുഗ്രഹത്തെ നീർച്ചാൽ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിയുടെ കുടുംബങ്ങളെ കൂടെ കൊണ്ടുവരുന്നു കർത്താവ്. ഇപ്പോൾ ഇവിടെ സന്നിഹിതരല്ലാത്തവരെ കൊണ്ടുവരുന്നു. എല്ലാ ശാപങ്ങളും അവരിന്ന് മാറ്റണമേ. ഈ കുടുംബങ്ങളെ കർത്താവ് ശാപവിമുക്തം നൽകി അനുഗ്രഹിക്കണമേ. സമാധാനമുള്ള, സന്തോഷമുള്ള, സൗഭാഗ്യമുള്ള, ഐശ്വര്യമുള്ള കുടുംബങ്ങളാക്കി മാറ്റണമേ കർത്താവ്. ചില ഇടവകകളുടെ മേൽ, ചില സമൂഹങ്ങളുടെ മേലുള്ള ശാപങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ഭിന്നത, കലഹം ഇവയൊക്കെ മുഖാന്തരമായിരിക്കാം സമൂഹത്തിൽ അല്ലെങ്കിൽ ഇടവകയിൽ അപ്രകാരമുള്ള ശാപങ്ങൾ കടന്നു വന്നത്. അത് തുടച്ചു മാറ്റണമേ. കേരള സഭയിലുള്ള ശാപങ്ങൾ മാറ്റണമേ. കേരള രാജ്യത്തുള്ള എല്ലാ ശാപങ്ങളും മാറ്റണമേ. അമിതമായ മദ്യപാനം മുഖാന്തരം, ഒരു പക്ഷെങ്കിൽ അത് ഗർഭചിത്രം മുഖാന്തരം ഒക്കെ ഞങ്ങളുടെ കേരളത്തിലുള്ള ശാപങ്ങൾ മാറ്റണമേ. ഭൂമിയിലെ ശാപങ്ങൾ മാറ്റണമേ. അങ്ങ് പറഞ്ഞിട്ടുണ്ടോ ഭൂമി മുഴുവൻ ശാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് യേശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞല്ലോ. അതിന് കാരണം മനുഷ്യ മക്കളുടെ പാപങ്ങൾ. കർത്താവേ, ഈ നിമിഷം എല്ലാ ശാപങ്ങളും അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ, കെട്ടുവാനും അഴിക്കുവാനും അനുഗ്രഹിക്കുവാനും കൃപ നൽകുവാനും എനിക്ക് തന്നിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അധികാരം ലോകത്തുള്ള അത് 5 ലക്ഷത്തോളം വൈദികരുടെ അധികാരത്തോട് ചേർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്കിപ്പോൾ ഈ ആശീർവാദത്തിലൂടെ വിടുതൽ കൊടുക്കണമേ. അത് പൂർണ്ണമായ വിടുതൽ കൊടുക്കണമേ. ശാപവിമുക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ വിശുദ്ധരായി വസിക്കുന്നവരെ ഈ നിമിഷം ഈ എൻ്റെ പ്രാർത്ഥനകളെ അവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാ